പ്രിയ സണ്ണി സാറിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച നിര്യാതനായി നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ 82 വയസ്സുള്ള ബേബിക്കുട്ടി അവറുകൾ എന്ന പിതാവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ശുശ്രൂഷയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് 1-ാം ഭാഗത്തിൽ, ശുശ്രൂഷയുടെ 1-ാം ഭാഗത്തിൽ നടന്നത്? ഞങ്ങളുടെ അടക്ക ശുശ്രൂഷയിൽ 2 ഭാഗങ്ങളാണ്. 1-ാം ഭാഗത്തിൽ കടന്നു വരുന്ന എല്ലാവരും കണ്ടോളൻസസ് അറിയിക്കുക, അവരുടെ അനുഭവങ്ങൾ പറയുക, അവരും പിതാവും കുടുംബവും ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുക. 2-ാം ഭാഗം സെമിട്രിയിലാണ്. സെമിട്രിയിൽ എത്തിയതിന് ശേഷം വചനത്താൽ പൊതിഞ്ഞ് മണ്ണിൽ നിന്നുണ്ടായ മർത്യശരീരത്തെ മണ്ണിലേക്ക്, ഡസ്റ്റിലേക്ക് തിരികെ മടക്കി വിടുന്നു. അത് വചനത്താൽ പാക്കപ്പ് ചെയ്യുന്നു. 1-ാമത്തെ ഭാഗത്തിൽ ദൈവവചനത്താൽ പ്രസംഗിക്കപ്പെട്ടും ദൈവവചനവും കുടുംബവുമായിട്ടുള്ള വ്യത്യസ്തമായ വിവിധമായ ബന്ധങ്ങളെക്കുറിച്ച് പൊതുസഭയെയും ജനങ്ങളെയും അറിയിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ഞങ്ങളുടെ ശുശ്രൂഷകൾ നടന്നു പോകുന്നത്. ഈ ലോക്കൽ സഭയുടെ പാസ്റ്റർ ശുശ്രൂഷനായിരിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ ഷൈബി പാസ്റ്റർ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്ന ജോൺ തോമസ് പാസ്റ്റർ അവറുകൾ, എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന രാജീവ് സാറ്, TG ജെയിംസ് സാർ, ഞങ്ങൾ ഒരുമിച്ച് മണക്കാല സെമിനാരിയിൽ പഠിപ്പിക്കുന്നു. സീനിയർ പാസ്റ്റേഴ്സ്, എൽഡേഴ്സ്, മാതൃവഴിയിലും പിതൃവഴിയിലും ഈ ഭവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമൂഹം ഇവിടെ കൂടി വന്നിരിക്കുന്നു. ചില മിനിറ്റുകൾ മാത്രം ഞാൻ മരണത്തിൻ്റെ ക്രിസ്ത്യൻ മീനിങ് ഓഫ് ഡെത്ത് ആൻഡ് ക്രിസ്ത്യൻ മീനിങ് ഓഫ് ഹോപ്പ് ആൻഡ് ക്രിസ്ത്യൻ മീനിങ് ഓഫ് ഫ്യൂണറൽ, ഈ 3 കാര്യങ്ങൾ കൺവേർജ് ചെയ്തുകൊണ്ട്, ഈ 3 കാര്യങ്ങളെയും സംയുക്തമായി എടുത്തുകൊണ്ട് ചില മിനിറ്റുകൾ പെട്ടെന്ന് പറഞ്ഞിരിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഞാൻ കാറ്റഗറൈസ് ചെയ്താൽ 2-3 വിധത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന്, പെട്ടെന്ന് വന്ന് അനുശോചനം പറഞ്ഞ് മടങ്ങിപ്പോകേണ്ടുന്ന ഒരു വിഭാഗം. ഞങ്ങൾ ഒരു മരണത്തിനല്ല, 100 കണക്കിന് മരണ വീട്ടുകളിൽ പോകുമ്പോൾ കാണുന്ന ഒന്നാണ്. പെട്ടെന്ന് വരിക, അനുശോചനം പറയുക, പെട്ടെന്ന് പോകുക. അതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എല്ലാ മരണ വീടുകളിലും കാണും. 2-ാമത്തെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ മരണ വീടുകളിൽ വരുന്നത്, അവർ കുറച്ച് നേരം ഇരിക്കും, ഭാഗികമായി സംബന്ധിക്കും, ഫിസിക്കലായി ചെയ്യേണ്ടുന്ന ഹെൽപ്പുകൾ, സഹകരണങ്ങളെല്ലാം ചെയ്യും, അവർ പോവുകയും ചെയ്യും. എന്നാൽ മരിച്ച ദിവസം തൊട്ട് ഫ്യൂണറൽ കഴിയുന്നത് വരെ 24 അവേഴ്സും ഈ വീടുമായിട്ട് അല്ലെങ്കിൽ മരണ വീടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ആളുകളാണ് യഥാർത്ഥ ബന്ധുക്കളും സ്നേഹിതരും. ഞാനിത് പറയുമ്പോൾ ഒരു എവിഡൻസ് തരാം. എൻ്റെ മകൻ 16.5 വയസ്സിൽ റോഡ് ആക്സിഡൻറ്റിൽ മരിക്കപ്പെട്ടു. ഞാനന്ന് ഇംഗ്ലണ്ടിൽ എഡിൻബറ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് സ്റ്റുഡൻ്റായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം TG കോയ് സാർ എന്നെ ഫോൺ ചെയ്ത്, മോനെ പെട്ടെന്ന് വരണം, നിൻ്റെ മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ എഡിൻബറോയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് എനിക്കൊരു മകളേ ഉള്ളൂ. എൻ്റെ മകൻ ആക്സിഡൻറ്റിൽ മണക്കാലയ്ക്കപ്പുറം 14 മൈലിൽ വെച്ച് മരണപ്പെട്ടു. എനിക്ക് 8 പെങ്ങന്മാരുണ്ട്, ഒരു ബ്രദറുണ്ട്. ഞങ്ങൾ 10 മക്കളടങ്ങുന്ന വലിയ കുടുംബം, 300-ലധികം പേരുള്ള ഫാമിലി, ഡിസ്റ്റൻറ്റ് ഫാമിലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കുടുംബം. എല്ലാവരും മർദ്ദമാക്കരാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത് ഞങ്ങൾ 1-2 പേർ മാത്രമേ ഉള്ളൂ. ആയൂരാണ് സ്വദേശം, മറ്റപ്പള്ളിയിൽ നിന്നാണ് എൻ്റെ വീട്ടുപേര്. പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാം, എൻ്റെ മകൻ്റെ മരണത്തിന് ശേഷം എനിക്ക് 10 സഹോദരങ്ങളുണ്ടായതിൽ ഓരോ ദിവസവും 3 നേരം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, എന്നെ വിളിച്ചിട്ട് ചോദിക്കും, നീ കഴിച്ചോ, വെള്ളം കുടിച്ചോ, നീ ഇപ്പോൾ എവിടെ ഇരിക്കുന്നേ, നീ എവിടെ കിടക്കുന്നേ എന്ന് ചോദിക്കുന്ന ഒരൊറ്റ അളിയനെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ അളിയന്മാരാണ്, ബാക്കി എല്ലാ സഭാവിശ്വാസികളാണ്, ബാക്കി എല്ലാ സുഹൃത്തുക്കളാണ്. അവസാനം വരെ, അല്ലെങ്കിൽ മോർ ദാൻ 1 month, only one person, he is the real close genetic organic brother or sister in time of crisis and suffering. ഈ അപ്പച്ചൻ മരണത്തിന് ശേഷം ജീവിക്കും എന്ന ഒരു ധ്വനി
ഈ അപ്പച്ചൻ്റെ കൊച്ചുമകൻ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അതിൻ്റെ ബൈബിൾ റെഫറൻസ് വന്നു. എബ്രായ ലേഖനം 11:4 എനിവൺ ക്യാൻ റീഡ് ഇറ്റ് ഔട്ട്. എബ്രായ ലേഖനം 11:4 വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ പിതാക്കന്മാർ, ഭക്തന്മാരായ മനുഷ്യർ മരിച്ചു പോയാലും അവർ നമ്മളിലൂടെ ജീവിക്കും. അതെങ്ങനെയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടി പ്ലീസ് 11:4. വിശ്വാസത്താൽ ഉത്തമമായ യാഗം ഹാബേൽ കഴിച്ചു, അവന് നീതിമാൻ എന്ന് പേര് പറഞ്ഞു. ഒന്ന് നിർത്തണേ. ഈ പിതാവ് ഒരു ഡ്രഗ് അഡിക്റ്റ് അല്ല. ഹി വാസ് നോട്ട് ആൻ ആൽക്കഹോളിക്, ഹി വാസ് നോട്ട് എ ഡ്രഗ് അഡിക്റ്റ്, ഹി വാസ് നോട്ട് എ വിക്കഡ് പേഴ്സൺ. ആസ് ഫar as my knowledge is concerned, in and around this vicinity, I could easily sense that. അദ്ദേഹം പിന്നെ ആരായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഹി വാസ് നോട്ട് എ ഡ്രഗ് അഡിക്റ്റ്, നോട്ട് എ വിക്കഡ്, നോട്ട് എ ക്രൂവൽ പേഴ്സൺ, ബട്ട് ഹി വാസ് എ പേഴ്സൺ വിത്ത് ലോട്ട് ഓഫ് ഇൻറ്റിഗ്രിറ്റി. ഹി വാസ് എ പേഴ്സൺ വിത്ത് ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ദൈവസഭയോട്, ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ ചൂടും ചൂരും ഉണ്ടാകുവാൻ, ഈ ദേശത്ത് ഇത് വളർത്തപ്പെടുവാൻ, ഇതിൽ അനേക കുടുംബങ്ങൾ ഉണ്ടാകുവാൻ തൻ്റെ ഊഷ്മാവും ആരോഗ്യവും ചൈതന്യവും ചൂടും ചൂരും കൊടുത്ത് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സഭാ പ്രസ്ഥാനം വളർത്തിയെടുക്കുവാൻ കഷ്ടപ്പെട്ട ഈ പിതാവിനെ ഓർക്കുന്നു. അദ്ദേഹം എങ്ങനെ ജീവിക്കപ്പെടും? ഞങ്ങൾക്ക് ഈ മരണസമയത്തുള്ള ഞങ്ങളിൽ തന്നെയുള്ള ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്തെന്നറിയാമോ? വളരെ മോശമായി ജീവിച്ചിട്ടും അവർ നല്ലവരാണ് എന്ന് മരണത്തിൽ പറയുവാൻ ഞങ്ങൾക്ക് മാനസിക സംഘർഷം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിൽ അതില്ല. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഇനി അതിൻ്റെ വാക്യം കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റർ 11:4 രണ്ടാം ഭാഗം. ഒന്ന്, ദൈവം തൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ഒരാളുടെ വഴിപാട്, ആരാധന നല്ലതാണെങ്കിൽ മരിച്ച ശേഷവും അദ്ദേഹം ജീവിക്കും. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? മരിച്ച ശേഷവും അദ്ദേഹം ജീവിക്കുന്നത് എങ്ങനെയാണ്? വായിക്കൂ. വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് മകൻ പറഞ്ഞത്. പ്രിയ പിതാവ് ഒത്തിരി സ്റ്റോറീസ് പറയുമായിരുന്നു. ആ സ്റ്റോറീസിനെല്ലാം മോറൽ ലെസൺസ്, മോറൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അത് ആ മകൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അവൻ പറയുകയാണ്, മൈ ഗ്രാൻഡ് പാ ഈസ് സ്റ്റിൽ സ്പീക്കിംഗ് ടു മീ ത്രൂ ദാറ്റ് സ്റ്റോറീസ്. നെയ്ബർഹുഡ് ആളുകൾ പറഞ്ഞു, പ്രിയപിതാവ് ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി ഞങ്ങളോട് പറയാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തിൽ അകത്തും പുറത്തും ഒരുപോലെ നെയ്തെടുത്ത, വളർത്തിയെടുത്ത ഒരാത്മീയ പൈതൃകമുണ്ട്. ആ പൈതൃകം കാത്തു സൂക്ഷിപ്പാനാണ് ദൈവം ഈ കുടുംബത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. അത് തുടർന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഒരാൾ വിശ്വാസത്താൽ ശക്തമായ, വ്യക്തമായ, പെർഫെക്റ്റായ ആരാധനയുണ്ടായാൽ, യാഗം കഴിച്ചാൽ, ആ യാഗത്തിലൂടെ ലഭിക്കപ്പെടുന്ന ആത്മീയമായ മോറൽ ലെസൺസ് ഇട്ടേച്ചു പോകുന്ന പരിതസ്ഥിതികളിലും ഇട്ടേച്ചു പോകുന്ന ചുറ്റുപാടുകളിലും അത് പിന്നെ ഈ എക്കോയായി സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇപ്പോഴും TG കോശ് സാറിൻ്റെ കാര്യം ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങളോട് പറയുന്ന കോശ് സാർ പറയുന്ന ഒരു കാര്യം, എനിക്ക് ശേഷം വരുന്നവരും നമ്മളും ഒരുമിച്ചൊരുപോലെ സ്വീകാര്യമായിരിക്കാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ ഭാഷയിൽ സൂക്ഷിക്കണം, നിങ്ങൾ വസ്ത്രത്തിൽ സൂക്ഷിക്കണം, നിങ്ങൾ പെരുമാറ്റത്തിൽ സൂക്ഷിക്കണം. ഭാഷയിലും വസ്ത്രത്തിലും പെരുമാറ്റത്തിലും സൂക്ഷിച്ചാൽ നിങ്ങൾ ഈ സമൂഹത്തിനൊരു സന്ദേശമായി മാറുമെന്ന് ഞങ്ങളുടെ ആത്മീയ പിതാവ് TG കോശ് സാർ വ്യക്തമായി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മണക്കാലയിലെ സ്ഥാപനം ശക്തിയോടെ നീതിമാൻ്റെ അധ്വാനവും വിയർപ്പും അധ്വാനവും കൊണ്ട് ഇന്നും ഭംഗിയായി നിലനിൽക്കുന്നു. ഈ പ്രിയ പിതാവിൻ്റെ നീതിമാൻ്റെ അധ്വാനവും അഡ്വൈസസും സ്റ്റോറീസും ദൈവസഭയുടെ വളർച്ചയ്ക്ക് ചൂടും ചുവരും കൊടുത്ത് അധ്വാനിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ച് ഈ ദേശത്ത് ചെങ്കുളത്ത് ഷാരോൻ്റെ ദൈവസഭ വളർത്തപ്പെടുവാൻ ഇടയാക്കിയ പൈതൃകത്തെയും നമ്മൾ മറന്നു കളയരുത്. ഇനി വാട്ട് ഈസ് ദ ക്രിസ്ത്യൻ മീനിങ്, സെക്കുലർ മീനിങ് ഓഫ് ഡെത്ത്, സയൻറ്റിഫിക് മീനിങ് ഓഫ് ഡെത്ത്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റ് വ്യൂ ഓഫ് ഡെത്ത്? ഇതൊന്നുമല്ല ക്രിസ്ത്യൻ മീനിങ് ഓഫ് ഡെത്ത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം ആ വാക്യം ഞാൻ പാസ്റ്റർ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൽ യേശു തന്നെ പറയുന്ന ക്രിസ്ത്യൻ മീനിങ് ഓഫ് ഡെത്ത് ഉണ്ട്.
ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ. യേശു തന്നെ പറയുകയാണ്, പീറ്ററുമായിട്ടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നു, നീ ഒരു യങ് ആയിരുന്ന സമയത്ത് നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ അരകെട്ടി ഇഷ്ടമുള്ളതുപോലെ ചെറുപ്പക്കാരനായപ്പോൾ നടന്നു. നീ തന്നെ വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരാൾ നിന്റെ കൈക്ക് പിടിക്കുകയും അരകെട്ടുകയും ചെയ്തു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒബ്സർവ് ചെയ്തു, ഇവിടെ വന്നതിൽ ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചിമാരും കാലിന് പ്രശ്നമായി വന്നു. ഒത്തിരി പേര് സ്റ്റിക്കിൻ്റെ ഹെൽപ്പ് ഉണ്ടായി. ഒത്തിരി പേരുടെ ഒരു കാല് നന്നായി ബാലൻസ് ചെയ്യുന്നില്ല. ഈ വചനവുമായി ഞാൻ റിലേറ്റ് ചെയ്തു. മിന്നൽ പോലെ വചനം വന്നു. നീ വയസ്സനായ ശേഷം മറ്റൊരാൾ നിന്റെ കൈക്ക് പിടിച്ച് നിന്റെ അരകെട്ടി, കമോൺ, നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ഒരു പക്ഷേ ഹി വിൽ ലീഡ് യു, ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോയെന്ന് വരാം. അതിന്റെ താഴെ അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന്റെ മീനിങ് എന്താ? അവിടെ കോൺട്രാസ്റ്റ് അല്ല മീനിങ്. ഇങ്ങനെ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഡെത്ത് ഈസ് ദ ബെസ്റ്റ് ഫൗണ്ടേഷണൽ പോയിന്റ് ഇൻ വിച്ച് വി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഗ്ലോറിഫൈയിങ് ഗാഡ്. ദ മീനിങ് ഓഫ് ഡെത്ത് ഈസ് നോട്ട് ആൻ ഇറ്റേണൽ perishable concern, rather it is a starting point of eternal life. Death is not an end in itself. Death is not a magic. Death is a real end by which entering into a new life. Therefore death is not an end but is a bend. The other side of the bend there is life, that is eternity. മരണം അതിൽ തന്നെ എന്തല്ല, അവസാനമല്ല. മരണം ഒരു ബെൻഡാണ്, ഒരു വളവാണ്. ആ വളവിൻ്റെ അപ്പുറത്ത് ആരുണ്ട്? ക്രിസ്തു നമ്മെ സ്വീകരിപ്പാൻ നിൽക്കുന്നുണ്ട്. മരണത്തിൻ്റെ ഇപ്പുറമാണ് ലോകം. ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ബെൻഡിലൂടെ, നമ്മളെ വളവിലൂടെ അപ്പുറത്ത് ചെല്ലുമ്പോൾ ക്രിസ്തുവും ദൂതന്മാരും നമ്മെ സ്വീകരിപ്പാൻ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ട്രാൻസിഷൻ ഫ്രം എർത്തിലി ലൈഫ് ടു ഇറ്റേണൽ ലൈഫ്. ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള ട്രാൻസിഷൻ പോയിൻ്റാണ് ഈ ബെൻഡ്. ഈ ബെൻഡിലൂടെയാണ് പ്രിയ പിതാവ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു നാൾ പ്രിയ പിതാവിനെ കാണുക എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്? നാം വിശ്വസിക്കുന്നു റിസറക്ഷൻ. ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പ് വേൾഡ് മേജർ റിലീജിയൻസിലോ റിസറക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് വായിപ്പാൻ കഴിയുന്നില്ല. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് റിസറക്ഷൻ അഥവാ ഉയർത്തെഴുന്നേൽപ്പ് എന്ന വേദശാസ്ത്രപരവും ആത്മീയമായ ആശയത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. മൃഗം മരിച്ചു ഉയർത്തെഴുന്നേറ്റതായി എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? മൃഗങ്ങളെ പണ്ട് യാഗം കഴിച്ചതിന് ശേഷം ഈ മൃഗങ്ങൾ ഏതെങ്കിലും യാഗവസ്തുവിലും ഉയർത്തെഴുന്നേറ്റതായി നിങ്ങൾ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മേജർ റിലീജിയൻസ് പഠിപ്പിക്കുന്നുണ്ടോ? വേദപുസ്തകം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് യേശു ക്രിസ്തു. മരിച്ചവരിൽ നാദ്യജാതനായി എഴുന്നേറ്റു. തൻ്റെ മരണം പൗരോഹിത്യ മരണമായിരുന്നുവെന്നും തൻ്റെ മരണം റിഡംഷൻ മരണം, വീണ്ടെടുപ്പിൻ്റെ മരണമായിരുന്നുവെന്നും പ്രായശ്ചിത്ത മരണമായി സകല മാനവരാശിയെയും ക്രിസ്തുവിലേക്ക് ആനയിക്കേണ്ടതിന്, നിത്യത നൽകേണ്ടതിനും, പാപത്തിൻ്റെ ക്ഷമയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരായി വിളിച്ചു വേർതിരിക്കേണ്ടതിന് കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നോടിയായി ഇറങ്ങി വന്ന മാനവ സിവിലൈസേഷനെയും മാനവ സംസ്കാരത്തെയും ഹ്യൂമൻ രാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ മരണത്തിന് നൽകി. മരണം പരാജയമല്ല, റിസറക്ഷനിലൂടെ അത് പൂർവ്വ വിജയമായി ഡിക്ലെയർ ചെയ്തു. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. അവരെല്ലാം കയ്യിൽ വന്ന് തൊട്ടു നോക്കി, നെഞ്ചിൽ വന്ന് തൊട്ടു നോക്കി. ഇത് മാജിക്കല്ല, ടി വി കാണുന്ന മാജിക്കല്ല, ഇത് ട്രോളല്ല, ഇതിന് ഹിസ്റ്ററി ഉണ്ട്. അന്നത്തെ ഫസ്റ്റ് സെഞ്ചുറിയിലെ ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഹിസ്റ്ററി, പ്രത്യേകിച്ച് ഫിലിയോ എന്ന ഹിസ്റ്റോറിയൻ ആൻഡ് സോ മെനി അതർ സൻഹെഡ്രിൻ സ്കോളേഴ്സ് എല്ലാവരും റെക്കോർഡ് ചെയ്ത ചരിത്ര പുസ്തകങ്ങളുണ്ട്. രാജീവ് സാറിനത് കൂടുതൽ റെഫർ ചെയ്ത് തരാൻ സാധിക്കും. അദ്ദേഹം ഹിസ്റ്റോറിയനാണ്, ഞാൻ എൻ്റെ PhD എത്തിസിസ്റ്റിലാണ്. ഞങ്ങൾ രണ്ട് ബ്രാഞ്ചിലാണ്, പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു മരണത്തെ വെല്ലുവിളിച്ച് ഉയർത്തെഴുന്നേറ്റു. ഒരു മൃഗം മരിച്ചാൽ മൃഗത്തെ ദൈവമായിട്ട് കാണുന്നവർ ധാരാളമുണ്ട്, എനിക്ക് വിരോധമില്ല. പക്ഷേ ഒരു പാമ്പും ഒരു പശുവും ഒരു മൃഗവും ഉയർത്തെഴുന്നേറ്റ ചരിത്രം ഒരു കിതാബിലുമില്ല.
ഏക ഒരാൾ മാത്രമേ ഉയർത്തെഴുന്നേറ്റുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു മരണത്തെ വെല്ലുവിളിച്ചു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കം അൺടു മീ ദോസ് നിങ്ങൾ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവർ, കം അൺടു മീ, എൻ്റെ അടുത്തേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ പോകുന്നു, ഭവനം പണിയും. There will be a place, a habitation for you. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം പണിയും. ആ ഭവനം പണിതാൽ I will come back and take you to that home which is prepared for you. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ വാസസ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ട് ചേർത്ത് എന്നോടൊപ്പം ഇരുത്താമെന്ന് പ്രോമിസ് ചെയ്ത യേശു ക്രിസ്തു മാത്രമാണ് മരണത്തെ ജയിച്ചത്. ആ പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പാടിയത്, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഭയെ, നിന്നെ വിളിച്ചവനുണ്മയുള്ളോ, കണ്ണേൻ മണി പോലെ കാത്തിടുമേ, അഴലേ ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഭയെ. ഈ ജീവിതം കഠിനമുള്ള ജീവിതമാണ്. നമ്മുടെ ബോഡിയിൽ രോഗങ്ങളുണ്ട്. നമ്മളുടെ എർത്തലി ലൈഫിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ, ഒത്തിരി പ്രയാസങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അഴലേറിയ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് നിങ്ങളെയും എന്നെയും ഭൂമിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണ്. ആയതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വാസസ്ഥലത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവേണം. നാം അറിഞ്ഞിരിക്കണം, ഒന്ന്, മരണം അതിൽ അവസാനമല്ല. രണ്ട്, നാം അറിഞ്ഞിരിക്കണം, ക്രിസ്ത്യൻ മീനിങ് ഓഫ് ഡെത്ത് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സെക്കുലർ ഭൗതികവാദ അർത്ഥത്തിൽ നിന്ന് വ്യത്യാസമാണ്. മൂന്ന്, സയൻറ്റിഫിക് ആൻഡ് സെക്കുലർ അണ്ടർസ്റ്റാൻഡിങ്, ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡെത്ത് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡെത്ത്. പാസ്റ്റർ, അതെന്താ എന്ന് നിങ്ങൾ ചോദിക്കാം. അതിന് യേശു പറഞ്ഞിരിക്കുന്നതും പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒറ്റ പേരാണ്, മരണം നിദ്ര. മരണം നിദ്ര, ഇറ്റ് ഈസ് എ സ്ലീപ്പിംഗ് സ്റ്റേജ്. അതിന് എവിഡൻസ് ബൈബിളിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ലാസേറസിൻ്റെ കല്ലറവാതിൽക്കൽ ചെല്ലുന്നു, ഹേയ് മേരി, മാർത്ത, he is not died, he is sleeping. ലാസറേ പുറത്തു വാ. ഇമ്മീഡിയറ്റ്ലി ലാസർ പുറത്തു വന്നു. തളിത കൂമി എഴുന്നേറ്റ് പുറത്തു വന്നു. നോട്ട് ഡെഡ് ബട്ട് സ്ലീപ്പിംഗ്. അപ്പോൾ നമ്മളുടെ പ്രിയ പിതാവ്, ഒരുപക്ഷെ എൻ്റെ മകൻ 16-ാമത്തെ വയസ്സിൽ, ഈ പിതാവ് പലരും സ്ലീപ്പിങ്ങിലാണ്. നാളെ എനിക്ക് എൻ്റെ മകനെ കാണാമെന്നുള്ള വ്യക്തമായ നിശ്ചയവും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശയുടെ പ്രിയ പിതാവിനെ കാണാമെന്നുള്ള നിശ്ചയവും ബൈബിൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശേഷം മനുഷ്യരെ പോലെ നിങ്ങൾ കരയുകയും വിലപിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ ഈ പിതാവ് അല്ലെങ്കിൽ മാതാവ് നാളെ നിങ്ങൾക്ക് നിത്യയുടെ തുറമുഖത്ത് കാണാൻ കഴിയുമല്ലോ. ആയതുകൊണ്ട് അകാരണമായി നാം കരയുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. പീസ്ഫുള്ളായിരിക്കുക, പ്രത്യാശയുള്ളവരായിരിക്കുക. ഈ പ്രിയ പിതാവ് സഭയ്ക്ക് നൽകിയതും ഭവനത്തിന് നൽകിയതും ഗ്രാൻഡ് ചിൽഡ്രന് നൽകിയതും പാർട്ട്ണർക്ക് നൽകിയതും അങ്ങനെ എല്ലാവർക്കും നൽകിയ സംഭാവനകൾ, ആത്മീയ മൂല്യങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി അതിൻ്റെ മൂല്യം എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശക്തിയോടെ മുൻപോട്ട് പോകുക എന്ന വെല്ലുവിളിയാണ് ഇന്നത്തെ മെസ്സേജ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മൾ മരണത്തിൽ കടന്നു വരുമ്പോൾ എന്തുമാത്രം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ സങ്കടങ്ങളിലും കഷ്ടങ്ങളിലും പങ്കുചേർന്ന് കൂടെ നിന്ന്. എനിക്കറിയാം, എൻ്റെ മകൻ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരും വിട്ടുപോയി. ഞാൻ കുളിമുറിയിൽ ചെല്ലുമ്പോൾ അവൻ പുറത്തു നിന്ന് മുട്ടുന്ന പോലെ തോന്നുന്നു. ഞാൻ കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ അവൻ എന്നോടൊപ്പം കഴിക്കാനിരിക്കുന്ന പോലെ തോന്നുന്നു. അവന് എന്നെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ധാരാളം എന്തുണ്ടാകുമെന്നറിയാമോ? കണ്ടിന്യൂഡ് സഫറിങ് ഉണ്ടാകും. എന്നാൽ അതിൻ്റെ എല്ലാം സമയത്ത് അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് ആശ്വാസവും ശക്തിയും തരുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ മരിച്ചാലും ജീവിക്കും, ഞാൻ സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്നു,
വെൻ ദ ഹാബിറ്റേഷൻ ഈസ് റെഡി ഐ വിൽ കം ആൻഡ് ടേക്ക് യു. ഞാൻ കടന്നു വരും, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ചോദ്യം നിർത്തട്ടെ ഒരു ചോദ്യത്തോടു കൂടി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് എനിക്കറിയില്ല. നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഈ മൊബൈലിനും കമ്പ്യൂട്ടറിനും കൊടുക്കുന്ന സമയം യേശുവിന് വേണ്ടി കൊടുത്ത് മറ്റെല്ലാത്തിൽ നിന്നും കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശുവിന് വേണ്ടി മനസ്സ് വിട്ടുകൊടുക്കുമോ? നിങ്ങൾ മരിച്ചാലും ജീവിക്കും. യേശുവിന് മനസ്സ് വിട്ടുകൊടുത്തില്ലെങ്കിൽ ദെയർ ഈസ് നോ ഇറ്റേണൽ ലൈഫ്, ഇറ്റേണൽ ഡാമിനേഷൻ. നിത്യമായ നരകമാണ്, നിത്യസ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഷാരോൺ ഫെലോഷിപ്പ് സഭ വേദപുസ്തക പ്രകാരം ഈ സത്യം ജനത്തെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ സഭകളെ മണവാട്ടി സഭയായി ഒരുക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് ദശാംശം നൽകി സഭയുടെ ആത്മീയ ഭൗതികമായിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും പങ്കുചേർന്ന് മണവാട്ടി സഭയുടെ അംഗങ്ങളായി ഒരുക്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഈ വാക്കുകളാൽ ഞാൻ പൊതുലോകത്തെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നിരിക്കുന്നു. നമുക്കൊരുമിച്ചൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.